സഖറിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം. അനുതാപത്തിന് ആഹ്വാനം. ദാരീസിന്റെ 2-ാം ഭരണവർഷം 8-ാം മാസം ഇദ്ദോയുടെ പുത്രനായ ബെരെഖ്യയുടെ പുത്രൻ സഖറിയ പ്രവാചകന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യധികം കോപിച്ചിരുന്നു. അതുകൊണ്ട് നീ അവരോട് പറയുക, സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെയാകരുത്, ദുർമാർഗങ്ങളും വ്യാജപ്രവൃത്തികളും വിട്ടുതിരിയുക എന്ന് പണ്ട് പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചെങ്കിലും അവർ അനുസരിക്കുകയോ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുകയോ ചെയ്തില്ല എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ അവർ എവിടെ? പ്രവാചകന്മാർ അവർ എക്കാലവും ജീവിച്ചിരിക്കുമോ? എങ്കിലും എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ ഞാൻ നൽകിയ സന്ദേശവും കൽപ്പനകളും നിങ്ങളുടെ പിതാക്കന്മാരെ പിടികൂടിയില്ലയോ? അപ്പോൾ അവർ അനുതപിച്ചു. സൈന്യങ്ങളുടെ കർത്താവ് തങ്ങളുടെ പെരുമാറ്റത്തിനും പ്രവൃത്തികൾക്കും അനുസൃതമായി ചെയ്യാൻ ഉറച്ചതുപോലെ തങ്ങളോട് ചെയ്തു എന്ന് അവർ മനസ്സിലാക്കി. ദർശനങ്ങൾ. കുതിരകൾ. ദാരീസിന്റെ 2-ാം ഭരണവർഷം 11-ാം മാസം ഷേബാത്ത് മാസം 24-ാം ദിവസം ഇദ്ദോയുടെ പുത്രനായ ബെരെഖ്യയുടെ പുത്രൻ സഖറിയ പ്രവാചകന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. സഖറിയ പറഞ്ഞു, ചുവന്ന കുതിരയുടെ പുറത്ത് സവാരി ചെയ്യുന്ന ഒരുവനെ ഞാൻ രാത്രി ദർശനത്തിൽ കണ്ടു. അവനൊരു മലയിടുക്കിൽ കൊഴുന്ത് ചെടിയുടെ ഇടയിൽ നിൽക്കുകയായിരുന്നു. പിന്നിൽ ചുവപ്പും തവിട്ടും വെളുപ്പും നിറമുള്ള കുതിരകളും ഉണ്ടായിരുന്നു. പ്രഭു, എന്താണിത്? ഞാൻ ചോദിച്ചു. എന്നോട് സംസാരിച്ച ദേവദൂതൻ പറഞ്ഞു, അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. കൊഴുന്ത് ചെടികൾക്കിടയിൽ നിന്നവൻ മറുപടി പറഞ്ഞു, ഭൂമി നിരീക്ഷിക്കാൻ കർത്താവ് അയച്ചിരിക്കുന്നവരാണിവർ. കൊഴുന്ത് ചെടികൾക്കിടയിൽ നിന്നിരുന്ന ദൈവദൂതനോട് അവർ പറഞ്ഞു, ഞങ്ങൾ ഭൂമിയിലെങ്ങും നടന്നു നോക്കി, എല്ലാം ശാന്തം. കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവെ, എത്ര കാലം അവിടുത്തേക്ക് ജെറൂസലമിനോടും യൂദാ നഗരങ്ങളോടും കരുണ തോന്നാതിരിക്കും? 70 വർഷം അങ്ങ് അവരോട് രോഷം കാട്ടിയല്ലോ. എന്നോട് സംസാരിച്ച ദൂതനോട് കർത്താവ് ഉദാരവും ആശ്വാസദായകവുമായ മറുപടി പറഞ്ഞു. അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു, വിളിച്ചു പറയുക, സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ജെറൂസലമിനെയും സിയോനെയും പ്രതി ഞാൻ അത്യധികം അസഹിഷ്ണുവായിരിക്കുന്നു. സ്വസ്ഥത അനുഭവിക്കുന്ന ജനതകളുടെ മേൽ എനിക്ക് ഏറെ കോപമുണ്ട്. ഞാൻ എൻ്റെ ജനത്തോട് അല്പം കോപിച്ചപ്പോഴേക്കും അവർ അനർത്ഥം വർദ്ധിപ്പിച്ചു. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ അലിവ് തോന്നി ജെറൂസലമിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അവിടെ എൻ്റെ ആലയം പണിയും, ജെറൂസലമിൻ്റെ മേൽ അളവ് ചരട് പിടിക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, വീണ്ടും വിളിച്ചു പറയുക, എൻ്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണ്ണമാകും. കർത്താവ് വീണ്ടും സിയോനെ ആശ്വസിപ്പിക്കും, ജെറൂസലമിനെ വീണ്ടും തിരഞ്ഞെടുക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. കൊമ്പുകൾ. ഞാൻ കണ്ണുയർത്തി നോക്കി, അതാ 4 കൊമ്പുകൾ. എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന ദൂതനോട്, പ്രഭു, ഇവയുടെ അർത്ഥമെന്തെന്ന് ഞാൻ ചോദിച്ചു. അവൻ മറുപടി പറഞ്ഞു, യൂദായെയും ഇസ്രായേലിനെയും ജെറൂസലമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പുകളാണിവ. പിന്നീട് കർത്താവ് 4 ലോഹപ്പണിക്കാരെ എനിക്ക് കാണിച്ചു തന്നു. അവർ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ ചോദിച്ചു. അവിടുന്ന് മറുപടി പറഞ്ഞു, യൂദായെ ആരും തല ഉയർത്താത്ത വിധം ചിതറിച്ച കൊമ്പുകളാണിവ. ഇവർ വന്നത് അവരെ ഭയപ്പെടുത്താനും യൂദാദേശത്തിനെതിരെ കൊമ്പുയർത്തി അവരെ ചിതറിച്ച ജനതകളുടെ കൊമ്പ് മുറിച്ചു കളയാനും വേണ്ടിയാണ്. അധ്യായം 2. അളവ് ചരട്. ഞാൻ കണ്ണുയർത്തി നോക്കി, അതാ കയ്യിൽ അളവ് ചരടുമായി ഒരുവൻ. നീ എവിടെ പോകുന്നു? ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, ജെറൂസലമിനെ അളന്ന് അതിൻ്റെ നീളവും വീതിയും എത്രയെന്ന് നോക്കാൻ പോകുന്നു. എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന ദൂതൻ മുന്നോട്ട് വന്നു. അവനെ സ്വീകരിക്കാൻ മറ്റൊരു ദൂതനും വന്നു. അവൻ പറഞ്ഞു, ഓടിച്ചെന്ന യുവാവിനോട് പറയുക, ജെറൂസലം മനുഷ്യരും മൃഗങ്ങളും പെരുകി കോട്ടയില്ലാതെ ഗ്രാമപ്രദേശങ്ങൾ പോലെ കിടക്കും. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. വടക്കേ ദേശം വിട്ടോടുവിൻ. ആകാശത്തിലെ 4 കാറ്റുകൾ പോലെ ഞാൻ നിങ്ങളെ അന്യദേശങ്ങളിൽ ചിതറിച്ചിരിക്കുന്നു. കർത്താവ് അരുളിച്ചെയ്യുന്നു. ബാബിലോൺ പുത്രിയടുത്ത് വസിക്കുന്ന നിങ്ങൾ സിയോനിലേക്ക് രക്ഷപ്പെടുക. നിങ്ങളെ കവർച്ച ചെയ്ത ജനതകളുടെ അടുത്തേക്ക് അവിടുത്തെ മഹത്വം എന്നെ അയച്ചു. നിങ്ങളെ സ്പർശിക്കുന്നവൻ അവിടുത്തെ കൃഷ്ണമണിയെയാണ് സ്പർശിക്കുന്നത്. സൈന്യങ്ങളുടെ കർത്താവായ അവിടുന്ന് അരുളിച്ചെയ്യുന്നു, ഞാൻ അവരുടെ മേൽ കൈയൂങ്ങും. അവരെ സേവിച്ചവർക്ക് അവർ കൊള്ള മുതലാകും. സൈന്യങ്ങളുടെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. സിയോൻ പുത്രി, പാടി ഉല്ലസിക്കുക, ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, അന്ന് അനേക ജനതകൾ കർത്താവിനോട് ചേരും. അവർ എൻ്റെ ജനമാകും. ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കും. സൈന്യങ്ങളുടെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. അപ്പോൾ കർത്താവ് വിശുദ്ധ ദേശത്തെ തൻ്റെ ഓഹരിയായി യൂദായെ സ്വന്തമാക്കും. ജെറൂസലമിനെ വീണ്ടും തിരഞ്ഞെടുക്കും. മർത്യരെ കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുവിൻ.
അവിടുന്ന് തൻ്റെ വിശുദ്ധ വസതിയിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നു. അധ്യായം 3. പ്രധാന പുരോഹിതനായ യോശുവ കർത്താവിൻ്റെ ദൂതൻ്റെ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് കാണിച്ചു തന്നു. കർത്താവ് സാത്താനോട് പറഞ്ഞു, സാത്താനെ, കർത്താവ് നിന്നെ ശാസിക്കുന്നു. ജെറുസലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കുന്നു. തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലേ ഇവൻ. യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതൻ്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. തൻ്റെ മുൻപിൽ നിന്നവരോട് ദൂതൻ പറഞ്ഞു, അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക. യോശുവയോടവൻ പറഞ്ഞു, നിന്റെ അകൃത്യങ്ങൾ നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. ഞാൻ നിന്നെ വിശിഷ്ട വസ്ത്രം ധരിപ്പിക്കും. അവൻ തുടർന്നു, അവനെ നിർമ്മലമായ ശിരോവസ്ത്രമണിയിക്കുക. അവർ അവനെ നിർമ്മലമായ ശിരോവസ്ത്രമണിയിക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ദൈവദൂതൻ യോശുവയോട് പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ നിർദ്ദേശം പാലിക്കുകയും ചെയ്താൽ എൻ്റെ ആലയത്തെ നീ ഭരിക്കുകയും എൻ്റെ അങ്കണങ്ങളുടെ ചുമതല വഹിക്കുകയും ചെയ്യും. ഇവിടെ നിൽക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നതിനുള്ള അവകാശവും ഞാൻ നിനക്ക് നൽകും. പ്രധാന പുരോഹിതനായ യോശുവയും അവൻ്റെ മുമ്പിലിരിക്കുന്ന നല്ല ഭാവിയുടെ അടയാളങ്ങളായ അവൻ്റെ സ്നേഹിതരും കേൾക്കട്ടെ. എൻ്റെ ദാസനായ ശാഖയെ ഞാൻ കൊണ്ടുവരും. യോശുവയുടെ മുൻപിൽ വച്ചിരിക്കുന്ന കല്ലിൽ 7 മുഖമുള്ള ഒറ്റക്കല്ലിൽ ഞാൻ ഈ ലിഖിതം ആലേഖനം ചെയ്യും. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ ദേശത്തിൻ്റെ പാപം തുടച്ചു മാറ്റും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, അന്ന് നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ അയൽക്കാരെ മുന്തിരിത്തോപ്പിലേക്കും അത്തിവൃക്ഷത്തണലിലേക്കും ക്ഷണിക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. അധ്യായം 4. വിളക്ക് തണ്ട്. എന്നോട് സംസാരിച്ച ദൂതൻ വീണ്ടും വന്ന് എന്നെ ഉറക്കത്തിൽ നിന്നെന്ന പോലെ ഉണർത്തി ചോദിച്ചു, നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു, പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടിൻ്റെ മുകളിൽ ഒരു കോപ്പയും അതിൽ 7 ദീപങ്ങളും, ഓരോന്നിനും മുകളിൽ 7 ദലങ്ങൾ. കോപ്പയുടെ വലത്തും ഇടത്തും ഓരോ ഒലിവ് വൃക്ഷം. എന്നോട് സംസാരിച്ച ദൂതനോട് ഞാൻ ചോദിച്ചു, പ്രഭോ, എന്താണിത്? ദൂതൻ പറഞ്ഞു, ഇതെന്താണെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഇല്ല പ്രഭു, ഞാൻ പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് സെറുബ്ബാബേലിനോട് അരുളിച്ചെയ്യുന്നു, സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, മഹാപർവ്വതമേ, നീ എന്താണ്? സെറുബ്ബാബേലിൻ്റെ മുൻപിൽ നീ സമതലമാകും. അവസാനത്തെ കല്ല് വെച്ച് കഴിയുമ്പോൾ ജനം എത്ര മനോഹരമെന്ന് ആർപ്പ് വിളിക്കും. കർത്താവ് വീണ്ടും എന്നോട് അരുളിച്ചെയ്തു, സെറുബ്ബാബേലിൻ്റെ കരം ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു. അവനിത് പൂർത്തിയാക്കുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവിനെ അയച്ചിരിക്കുന്നുവെന്ന് അപ്പോൾ നീ അറിയും. ചെറിയ കാര്യങ്ങളുടെ ദിവസത്തെ നിസ്സാരമാക്കിയവർ ആഹ്ലാദിക്കും. സെറുബ്ബാബേലിൻ്റെ കയ്യിലെ തൂക്കുകെട്ട അവർ കാണും. ഈ 7 എണ്ണം ഭൂമി മുഴുവൻ പരിശോധിക്കുന്ന കർത്താവിൻ്റെ 7 കണ്ണുകളാണ്. ഞാൻ അവനോട് ചോദിച്ചു, വിളക്ക് തണ്ടിന് ഇടത്തും വലത്തുമുള്ള 2 ഒലിവ് മരങ്ങൾ എന്താണ്? ഞാൻ വീണ്ടും ചോദിച്ചു, എണ്ണ പകരുന്ന പൊൻകുഴലിൻ്റെ സമീപമുള്ള ഒലിവ് ശാഖകൾ എന്താണ്? അവൻ പറഞ്ഞു, ഇതെന്താണെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഇല്ല പ്രഭു, ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഭൂമി മുഴുവൻ്റെയും കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന 2 അഭിഷിക്തരാണത്. അധ്യായം 5. പറക്കുന്ന ചുരുൾ. വീണ്ടും ഞാൻ നോക്കിയപ്പോൾ ഇതാ പറക്കുന്ന ഒരു പുസ്തക ചുരുൾ. നീ എന്ത് കാണുന്നു? അവൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പറക്കുന്ന ഒരു ചുരുൾ. അതിന് 20 മുഴം നീളവും 10 മുഴം വീതിയുമുണ്ട്. അവൻ പറഞ്ഞു, ഇത് ദേശം മുഴുവനുമുള്ള ശാപമാണ്. മോഷ്ടിക്കുന്നവനും കള്ളസത്യം ചെയ്യുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ വിച്ഛേദിക്കപ്പെടും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ അതിനെ കള്ളൻ്റെയും എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവൻ്റെയും വീട്ടിലേക്ക് അയക്കും. അതവൻ്റെ വീട്ടിൽ കടന്ന് അതിൻ്റെ കല്ലും തടിയും ഉൾപ്പെടെ എല്ലാം നശിപ്പിക്കുന്നത് വരെ അവിടെ വസിക്കും. ഏഫായ്ക്കകത്ത് സ്ത്രീ. എന്നോട് സംസാരിച്ച ദൂതൻ മുൻപോട്ട് വന്ന്, ഈ പോകുന്നതെന്തെന്ന് നോക്കുക എന്ന് എന്നോട് പറഞ്ഞു. എന്താണത്? ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, ചലിക്കുന്ന ഏഫ ആണത്. ദേശത്ത് നിറഞ്ഞു നിൽക്കുന്ന അവരുടെ അകൃത്യമാണത്. ഏഫായുടെ ഈയം കൊണ്ടുള്ള മൂടി പൊക്കി. അതാ അതിനുള്ളിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. അവൻ പറഞ്ഞു, ഇവളാണ് ദുഷ്ടത. അവൻ അവളെ ഏഫായുടെ ഉള്ളിലേക്ക് തള്ളി ഈയം കൊണ്ടുള്ള മൂടി അടച്ചു. ഞാൻ വീണ്ടും നോക്കി. അതാ 2 സ്ത്രീകൾ പറന്നു വരുന്നു. അവർക്ക് കൊക്കിൻ്റെതുപോലുള്ള ചിറകുകൾ ഉണ്ടായിരുന്നു. അവർ ഏഫായെ ആകാശത്തിലേക്ക് ഉയർത്തി. അവർ ഏഫായെ എവിടേക്ക് കൊണ്ടുപോകുന്നു? ഞാൻ ദൂതനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഷീനാർ ദേശത്ത് അതിനൊരു ആലയം പണിയാൻ പോകുന്നു. അത് പൂർത്തിയാകുമ്പോൾ ഏഫായെ അവിടെ പീഠത്തിൽ പ്രതിഷ്ഠിക്കും. അധ്യായം 6. രഥങ്ങൾ.
ഞാൻ വീണ്ടും കണ്ണുയർത്തി നോക്കി. അതാ 2 പർവ്വതങ്ങൾക്കിടയിൽ നിന്ന് 4 രഥങ്ങൾ വരുന്നു. പർവ്വതങ്ങൾ പിച്ചള കൊണ്ടുള്ളതായിരുന്നു. ഒന്നാമത്തെ രഥത്തിന് ചുവന്ന കുതിരകൾ, രണ്ടാമത്തേതിന് കറുത്തത്, മൂന്നാമത്തേതിന് വെളുത്ത കുതിരകൾ, നാലാമത്തേതിന് പുള്ളിക്കുതിരകൾ. പ്രഭോ, എന്താണിത്? എന്നോട് സംസാരിച്ച ദൂതനോട് ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, ഭൂമി മുഴുവൻ്റെയും നാഥൻ്റെ മുൻപിൽ നിന്ന് വരുന്ന ഇവർ ആകാശത്തിൻ്റെ 4 വായ്ക്കളിലേക്കും പോകുന്നു. കറുത്ത കുതിരകളെ പൂട്ടിയ രഥം വടക്കുള്ള ദേശത്തേക്കും, വെള്ളക്കുതിരകളെ പൂട്ടിയ രഥം പടിഞ്ഞാറോട്ടും, പുള്ളിക്കുതിരകളെ പൂട്ടിയ രഥം തെക്കോട്ടും പുറപ്പെട്ടു. കുതിരകൾ ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കാനുള്ള ക്ഷമയോടെ പുറത്തു വന്നു. നിങ്ങൾ പോയി ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിക്കുമെന്ന് അവൻ കൽപ്പിച്ചു. അവ അങ്ങനെ ചെയ്തു. അവൻ എന്നോട് വിളിച്ചു പറഞ്ഞു, വടക്കേ ദേശത്തേക്ക് പോയവ അവിടെ എൻ്റെ കോപം ശമിപ്പിച്ചു. യോശുവയുടെ കിരീടധാരണം. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, ബാബിലോണിൽ നിന്ന് വന്ന പ്രവാസികളിൽ ഹെൽദായി, തോബിയ, യെദായ എന്നിവരെ കൂട്ടി സെഫാനിയയുടെ പുത്രനായ യോസിയയുടെ വീട്ടിലേക്ക് നീ ഇന്ന് തന്നെ പോവുക. അവരിൽ നിന്ന് വെള്ളിയും പൊന്നും വാങ്ങി കിരീടമുണ്ടാക്കി യഹോസദാക്കിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷുവയുടെ ശിരസിൽ വയ്ക്കുക. അവനോട് പറയുക, സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇതാ ശാഹ എന്ന നാമം വഹിക്കുന്നവൻ. അവൻ തൻ്റെ സ്ഥാനത്ത് വളരുകയും കർത്താവിൻ്റെ ആലയം പണിയുകയും ചെയ്യും. അവനായിരിക്കും കർത്താവിൻ്റെ ആലയം പണിയുന്നത്. അവൻ രാജകീയ പ്രതാപത്തോടെ സിംഹാസനത്തിൽ വാഴും. അവൻ്റെ വലത്ത് ഭാഗത്ത് ഒരു പുരോഹിതനും ഉപവിഷ്ടനാകും. അവർക്കിടയിൽ പൂർണ്ണ സമാധാനം പുലരും. ഹെൽദായി, തോബിയ, യെദായ, സെഫാനിയയുടെ പുത്രൻ യോസിയ എന്നിവരെ അനുസ്മരിപ്പിക്കാൻ ആ കിരീടം കർത്താവിൻ്റെ ആലയത്തിൽ സ്ഥിതി ചെയ്യും. വിദൂരത്ത് നിന്ന് ആളുകൾ വന്ന് കർത്താവിൻ്റെ ആലയത്തിൻ്റെ പണികളിൽ സഹായിക്കും. സൈന്യങ്ങളുടെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അങ്ങനെ നിങ്ങൾ അറിയും. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നിങ്ങൾ ശ്രദ്ധാപൂർവം അനുസരിച്ചാൽ ഇത് സംഭവിക്കും. അധ്യായം 7. യഥാർത്ഥ ഉപവാസം. ദാരിയൂസ് രാജാവിൻ്റെ 4-ാം ഭരണവർഷം 9-ാം മാസമായ കിസ്ലേവ് 4-ാം ദിവസം സെഖറിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. കർത്താവിൻ്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കാൻ ബേഥേൽ നിവാസികൾ ഷരേസറിനെയും റഗമ്മലേക്കിനെയും അവരുടെ ആളുകളെയും അയച്ചു. അനേക വർഷങ്ങളായി ഞങ്ങൾ ചെയ്തു പോന്നതുപോലെ 5-ാം മാസത്തിൽ വിലാപവും ഉപവാസവും ആചരിക്കണമോ എന്ന് പ്രവാചകന്മാരോടും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയത്തിലെ പുരോഹിതന്മാരോടും ആരായാൻ അവരെ ഏൽപ്പിച്ചു. അപ്പോൾ സൈന്യങ്ങളുടെ കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, നീ ദേശത്തെ ജനത്തോടും പുരോഹിതന്മാരോടും പറയുക, നിങ്ങൾ കഴിഞ്ഞ 70 വർഷമായി 5-ാം മാസത്തിലും 7-ാം മാസത്തിലും വിലാപവും ഉപവാസവും ആചരിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നുവോ? നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ? ജെറുസലേമും പ്രാന്ത നഗരങ്ങളും ജനനിബിഡവും ഐശ്വര്യപൂർണവുമായി കഴിഞ്ഞിരുന്നപ്പോൾ, നെഗബിലും സമതല പ്രദേശങ്ങളിലും ജനങ്ങൾ വസിച്ചിരുന്നപ്പോൾ പണ്ടത്തെ പ്രവാചകന്മാരിലൂടെ കർത്താവ് ഇതല്ലേ കൽപ്പിച്ചിരുന്നത്? കർത്താവ് സെഖറിയായോട് അരുളിച്ചെയ്തു, സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, സത്യസന്ധമായി വിധിക്കുക. സഹോദരർ പരസ്പരം കരുണയും അലിവും കാണിക്കുക. വിധവയെയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത്. നിങ്ങളിൽ ആരും തൻ്റെ സഹോദരനെതിരെ തിന്മ നിരൂപിക്കരുത്. എന്നാൽ അവർ കൂട്ടാക്കിയില്ല. കേൾക്കാതിരിക്കാൻ ദുശാഠ്യത്തോടെ ചെവി അടച്ചു കളഞ്ഞു. സൈന്യങ്ങളുടെ കർത്താവ് തൻ്റെ ആത്മാവിനാൽ മുൻകാല പ്രവാചകന്മാരിലൂടെ അരുളിച്ചെയ്ത നിയമവും വചനങ്ങളും കേൾക്കാതിരിക്കാൻ അവർ ഹൃദയം കഠിനമാക്കി. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ക്രോധം അവരുടെ മേൽ പതിച്ചു. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ വിളിച്ചപ്പോൾ അവർ കേട്ടില്ല, അതുപോലെ അവർ വിളിക്കുമ്പോൾ ഞാനും കേൾക്കുകയില്ല. ഞാൻ ചുഴലിക്കാറ്റയച്ച് അവരെ അപരിചിതരായ ജനതകളുടെ ഇടയിൽ ചിതറിച്ചു. അവർ വിട്ടുപോയ ദേശം ശൂന്യമായി, ആരും അതിലെ കടന്നുപോയില്ല. മനോഹരമായ ദേശം വിജനമായി.